ഓക്കെ അല്ല. ഇനി ഇതേപോലെ തന്നെ ഇപ്പം പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ പോൺ ഒരുപാട് കാണുന്ന ഒരു ടെൻഡൻസി ഒരു പക്ഷേ ഈ ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് നമുക്ക് അറിയാത്തതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലൊക്കെ യങ്ങർ ഏജിൽ സംഭവിക്കുമായിരിക്കും. ഇപ്പം അത് ഐ മീൻ കുറച്ചും കൂടെ ആക്സസ് കൂടുതലാണ് ബൈ എനി ചാൻസ്. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് ഒരു പാർട്ട്ണർ വരുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻ കൂട്ടാനോ അല്ലെങ്കിൽ ഇപ്പം എല്ലാം സെൻസസ് ആണെന്ന് പറഞ്ഞല്ലോ, വിഷ്വലി നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു അത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇൻറ്റിമസീനെ ബാധിക്കുക? നല്ലതായിട്ട് ബാധിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പോൺ ആക്ച്വലി എല്ലാ കാലത്തും ഒരു വില്ലനായിട്ട് തന്നെ ഉണ്ട്. ഇപ്പം അവർക്ക് എത്തിക്കൽ പോൺ ഉണ്ടെന്നും, അല്ലെങ്കിൽ എത്തിക്കൽ പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഡിസൈസും കൂടെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള പോണുണ്ട്. നമ്മൾ സാധാരണ മെയിൻ സ്ട്രീം പോണിനകത്ത് മെന്നാണല്ലോ, മെന്നിന്റെ ഒരു പ്ലഷർ അല്ലെങ്കിൽ ജസ്റ്റ് അബൌട്ട് ബാക്കി ഓൾ ഫോംസ് ഓഫ് തിങ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ നമ്മളൊന്ന് ഇന്റിമേറ്റ് അങ്ങനൊന്നും കാണിക്കുന്നൊന്നുമില്ല. എത്തിക്കൽ പോണിൽ അതെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ബയസ്ഡ് ആവുന്നുണ്ട്. ഇനി അത് കുറെ കണ്ടിട്ട് ജനറലി നമ്മൾ ഫിസിക്കലി ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ പറ്റാത്ത അവസ്ഥകളുണ്ട്. അങ്ങനെയുണ്ട്. പെർഫോമൻസ് ആൻസൈറ്റീസ് ഉണ്ട്. അതായത് വിഷ്വലി മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. നമുക്കത് പറ്റില്ല, ഫിസിക്കലി ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ പോൺ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വിമൺ പാർട്ണറെ കിട്ടി എന്താ ചെയ്യാൻ അറിയില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ സ്ത്രീ ആയിട്ടുള്ള പാർട്ണർ എക്സ്പെക്ട് ചെയ്യും ഇങ്ങനെ ചെയ്യണം. ബട്ട് ദെൻ ദേ ആർ ലൈക്ക് അതറിയാലോ, ബട്ട് എവിടെ സത്യത്തിൽ അറിയില്ല. അങ്ങനെയുണ്ട്, അങ്ങനത്തെ കേസ് ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ DM-ലൊക്കെ വരുന്ന ക്വറീസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ ഏത് നൂറ്റാണ്ടിലായിരിക്കണേന്ന്. കാരണം ഇപ്പോൾ 19, 20, 21 വയസ്സുള്ള ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ അവർ മെസ്സേജ് അയക്കും. ഞാനിത് പറഞ്ഞത് അവരെ മോശക്കാരനാക്കാനല്ല കേട്ടോ, അത്രയും പോലും അറിയാത്ത വിഭാഗം കൂടി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടി പറയാണ്, ഈ ബസ്സിൽ തിരക്കായിരുന്ന ഒരു സമയത്ത് ആ കുട്ടീനെ ഒരാളുടെ അടുത്ത് പിടിച്ചിരുത്തി. അപ്പോൾ അവൻ്റെ മടിയിൽ ഒരുപാട് ബാഗ് ഉണ്ട്. കാരണം സ്കൂൾ കുട്ടികളുടെ ബാഗ് എല്ലാം ഡെഫിനറ്റ്ലി ഞാനൊക്കെ പിടിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവും. അന്നേരം എന്താണെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ചെറുക്കൻ ഈ മൈറ്റ് ബി എ കോളേജ് ഗായ്, അവൻ ഈ പറഞ്ഞ പോലെ മടിയിൽ കുറേ ബാഗ് ഉണ്ട്. അപ്പോൾ ഇയാള് അവൻ്റെ പാൻറ്റിനകത്ത് കൈയിട്ടു. ഹി ഡിഡ് സംതിങ് വിത്ത് മൈ ജെനിറ്റാലിയ, എന്തോ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ പേടിച്ചു പോയി, കാരണം മൂത്രം ഒഴിക്കുമ്പോൾ എല്ലായിടത്തും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേനും ഇവൻ ഇറങ്ങിപ്പോയി. ഇവനപ്പം മൂത്രം ഒഴിച്ചു എന്നുള്ള രീതിയിൽ ഇരിക്കുക. അപ്പത്തേനും ഓരോരോ ബാഗൊക്കെ പോയി. പെട്ടെന്ന് പാൻറ് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അവൻ വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നനഞ്ഞിട്ടുണ്ട്. ബട്ട് അത് അണ്ടർഗാർമെന്റിൽ മാത്രമേ ഉള്ളൂ, ഒരു വൈറ്റ് കളറിലെ സാധനം. ഹി ഡസന്റ് ഈവൻ നോ ദാറ്റ് ഹി ഇജാക്കുലേറ്റഡ്, ദാറ്റ് വാസ് സെമൻ. അത് മനസ്സിലായിട്ട് പോലും ഇല്ല. അപ്പം നമ്മളത് ഇപ്പം ഞാൻ എൻ്റെ പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഉത്തരം പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിയില്ല. ഇറ്റ്സ് ഫ്രം എ ഫേക്ക് ID. ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ഇനി അങ്ങനെ അറിയാത്ത ഒരാളോട് ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും, എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? ഇതിന്റെയൊക്കെ ഒരു ഒരു അളവുകോൽ നിശ്ചയിക്കുന്ന അറിയേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അറിയുന്നത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഏറ്റെടുക്കണ്ടേ. അവനോട് ചോദിച്ച ക്വസ്റ്റ്യൻ, അമ്മ ഇത് അലക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാകുമോ? അതാണ് ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, യു ഹാവ് ടു ഗോ ആൻഡ് ടോക്ക് ടു യുവർ മദർ, ദിസ് ഹാപ്പൻഡ്. അല്ലെങ്കിൽ അച്ഛനോട് മിണ്ടണം. അമ്മയ്ക്ക് അത് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയണം എന്തായാലും. ബട്ട് ഇതിനു മുൻപ് ഇതുപോലെ വൈറ്റ് പാച്ചസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് പേരൻസ്, ഇപ്പം ഞാൻ അങ്ങനെ പറയല്ല, ബട്ട് അമ്മമാരാണല്ലോ എല്ലാം അലക്കുന്നേ. ആരൊക്കെയാണ് സ്വന്തം ഡ്രസ്സ് അലക്കുന്നത്? എത്ര വീട്ടിൽ അലക്കുന്നുണ്ട്? അവരത് കാണുമ്പോഴെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ് ദാറ്റ് യു ആർ ഗ്രോൺ അപ്പ് നൗ. ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ അലക്കാൻ എടുക്കുമ്പോൾ പെൺകുട്ടിയുടെ ഡ്രസ്സിൽ ഒരു തുള്ളി ചോര ഉണ്ടെന്ന് നമ്മൾ പോയി പറയില്ലേ? പിന്നെ നമ്മൾ അവരോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും? ആൺകുട്ടിക്ക് അങ്ങനെ ഒരു ഇത് വന്നാൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, 8-9 വയസ്സിലൊക്കെ നമ്മൾ അണ്ടർഗാർമെൻറ്റ്സ് ഒക്കെ അലക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ ചെറിയൊരു പാച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ വേഗം വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും, ഓക്കെ ആണല്ലോ, എന്നിട്ട് ഇങ്ങനെ ഒരു പാഡൊക്കെ ബാഗിൽ വെച്ചുതരും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാറില്ലേ? ആൺകുട്ടിക്ക് ഇതുണ്ടല്ലോ, ഡോക്ടറുള്ള എമിഷൻസ് ഉള്ളതാണല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലേ? ഇവിടെ സംസാരിക്കുമ്പോഴാണ് ഈ ബാക്കി എന്താ പറയുന്നത്, അതേപോലെ കുറേ കുട്ടികൾക്കൊന്നും അറിയില്ല ഈ പറയുന്ന പോലെ സെക്സ് എന്താന്ന്, ഇൻഡർകോഴ്സ് എന്താ, സത്യത്തിൽ എന്തോ ചെയ്യുന്നു, ചെയ്യുന്നു അറിയില്ല, എങ്ങനെയാ ചെയ്യണ്ടേ അറിയില്ല. രണ്ട് എക്സ്ട്രീമും ഉണ്ട്, രണ്ടും ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്.